എല്ലാവർക്കും നമസ്കാരം. തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന ടൗണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ ടൗണാണ് കേട്ടോ. നെന്മാറ, അതായത് നമ്മുടെ ഗോവിന്ദാപുരം ടു തൃശ്ശൂർ റോഡിനിടയ്ക്ക് വരുന്ന ഒരു വലിയ ടൗണാണ് നെന്മാറ. അപ്പോൾ ഈ നെന്മാറയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇത് നമ്മുടെ പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഉദ്യാനം, ഡാം പരിസരമൊക്കെയാണ്. ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ പോത്തുണ്ടി ഡാമിലേക്ക് സർക്കാർ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി ഇവിടെയൊക്കെ ഒന്ന് നവീകരിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇവിടെ. സർക്കാർ കുറേ പൈസയൊക്കെ ഇതിൽ മുടക്കി അങ്ങനെ ഒരു പോത്തുണ്ടി ഉദ്യാനത്തിൻ്റെയൊക്കെ സമീപമായിട്ട്, അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്ത് വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെയുള്ളൊരു ഭാഗത്ത്, നിറയെ വീടുകളുള്ളൊരു ഭാഗത്ത്, ഇതിൻ്റെ ഈ സെൻട്രൽ കനാൽ, അതിൻ്റെ തൊട്ടപ്പുറേ ടാറിംഗ് റോഡാണ് കേട്ടോ. ആ കാണുന്നത് ടാറിംഗ് റോഡാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അപ്പുറേ കൂടെ ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടുകളിലേക്കൊക്കെ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യമായിട്ടുള്ളൊരു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു 35 സെൻറ്റ് സ്ഥലം, അത് പറമ്പ് കാറ്റഗറിയാണ്. 35 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള വീടും. നല്ല വീടാണ്. വീടിനൊരു 7-8 വർഷത്തെ പഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. 3 ബെഡ്റൂമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നും നെല്ലിയാമ്പതിയിലേക്കൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 10-20 കിലോമീറ്ററാണ് ദൂരം. പാലക്കാടൻ പാവങ്ങളുടെ മിനി ഊട്ടിയായിട്ടുള്ള നെല്ലിയാമ്പതി, സീതാർകുണ്ട്, അങ്ങനെ അവിടെയുള്ള ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഇവിടെ നിന്നും ഒരു 20-22 കിലോമീറ്റർ ദൂരം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു ഹോം സ്റ്റേക്കായിട്ട് ആ പരിസരങ്ങളിലൊന്നും, ഈ കഴിഞ്ഞ ഓണം എന്ന് പറഞ്ഞാൽ 2024 ഓണക്കാലം കേട്ടോ. അപ്പോൾ അവിടെയൊന്നും നമുക്ക് അവിടെ ഒരു റൂം കിട്ടാൻ പോലും വിനോദസഞ്ചാരികൾക്ക് കഴിയാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിസരമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പർപ്പസിനും കൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിലിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. 35 സെൻറ്റ് പറമ്പ്, കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ, അതായത് പോത്തുണ്ടി കണക്ഷൻ. അതുകൂടാതെ പോത്തുണ്ടി കണക്ഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വെള്ളമാണ്. അതുകൂടാതെ ഓപ്പൺ കിണർ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. ഇതിൻ്റെ ഈ വാതിൽ, ജനൽ, കട്ട്ള എന്നിവയൊക്കെ മരത്തിൻ്റെ, അതായത് തേക്ക് കൊണ്ട് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളതാണ്. ഒരു 7-8 വർഷത്തെ പഴക്കം മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു 5-6 പേർക്കൊക്കെ ഇരിക്കാൻ പാകത്തുള്ളൊരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇവിടെ ഒരു ഡൈനിങ് വിത്ത് ഹാളായിട്ടാണ് സൗകര്യം. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, കാര്യങ്ങൾ വ്യക്തമായതിന് ശേഷം വിളിക്കുക. ഇത് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ വില പറയുന്നത് ഞാൻ പറയാം. ഈ 35 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ, 3 ബെഡ്റൂമുള്ള ഈ വീടിനും കൂടെ അദ്ദേഹം ചോദിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. അത് ഫിക്സഡ് റേറ്റ് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയിൽ ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ് ഉണ്ടാവും. ചെറിയ രീതിക്കൊക്കെ അദ്ദേഹമായിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട്, ഒരു അർജൻറ്റ് സെയിലായതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാള് കഴിഞ്ഞ ഉടനെ അപ്പുറം ഇപ്പുറമായിട്ട് 2 ബെഡ്റൂമുകൾ, പിന്നെ ഒന്നിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം സൗകര്യം, കൂടാതെ ഒരു കോമൺ ബാത്റൂം സൗകര്യവുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല നെന്മാറയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടൗണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോത്തുണ്ടി, ഈ വിനോദസഞ്ചാര മേഖലയിലേക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വന്നു പോകുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിന് ഇവിടെ ഇതൊരു ഹോം സ്റ്റേ ആക്കി മാറ്റാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് 2 ബെഡ്റൂം കഴിഞ്ഞാൽ ഇതാണ് നമുക്കിവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം, അതായത് ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. വീട് നല്ല സൗകര്യത്തോടെയാണ് പണിതിരിക്കുന്നത് കേട്ടോ. നല്ല വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും മറ്റൊന്നുമില്ല. ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് എന്നുള്ളത് മാത്രമേ എൻ്റെ നോട്ടത്തിൽ കണ്ടിട്ടുള്ളൂ. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് നെന്മാറ ടൗണിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ, അതുപോലെ പേഴുംപാറ, അതുപോലെ ഈ അകമ്പാടം, അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഈ സെൻറ്ററുകളിലേക്കൊന്നും അധികം ദൂരമില്ല. നല്ല സൗകര്യമുള്ള, അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങളുള്ള ഒരു ഭാഗത്തു നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ദൂരപരിധി വരുന്നത്. വീഡിയോ മുഴുവനും കാണും. ഇതിപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വന്നാൽ ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പാകത്തുള്ളൊരു സ്റ്റോർ റൂം, അതുപോലെ ഇവിടെ ഒരു അലുവ, പുകയില്ലാത്ത ഒരു അടുപ്പ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാർ നിർത്തുന്ന ഭാഗത്താണെങ്കിൽ അവിടെ ഷീറ്റ് വെച്ച് റൂഫ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ നല്ലോണം കായ്ക്കുന്ന ഒരു 5-6 തെങ്ങുകളുണ്ട്. പിന്നെ അത് കൂടാതെ മാവ്, പ്ലാവ്, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലപുഷ്ടിയായിട്ടുള്ള
മരങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. ഇത് മുഴുവൻ ഒരു പൂന്തോട്ടം എന്നുള്ള സ്റ്റൈലിൽ സെറ്റപ്പ് ആക്കി ഇരിക്കുന്നത് കണ്ടത്. എന്തോ ഒരു ചെറിപ്പഴത്തിൻ്റെ ഒരു നാരങ്ങ ചെറി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ കായ് ഫലം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറകിലേക്ക് വന്നാൽ പുറകു വശത്താണ് നമുക്കൊരു ഓപ്പൺ കിണറുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ ഒരു പഞ്ചായത്ത് വഴി വരുന്നുണ്ട്. വീടിൻ്റെ പുറകിലേക്കായിട്ട് ഒരു പഞ്ചായത്ത് വഴി വേറെ വീട്ടിലേക്ക് ഉള്ള വഴി സൗകര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പഞ്ചായത്ത് വഴി ഉള്ളത് കൊണ്ട് ഈ വീടും ഒരു 15 സെൻറ്റ് സ്ഥലവും നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലം ആർക്കെങ്കിലും കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ അതിനും കൂടെ സൗകര്യമുണ്ട്. ഇതാണ് വീടിൻ്റെ പുറത്തൊരു വിറകടുപ്പ്, വിറക് വെച്ച് കത്തിക്ക് വീടിൻ്റെ ആ ഭാഗത്ത് പുക ചിറ്റാതിരിക്കാനായിട്ടാണ് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു വിറകടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പറമ്പിൽ മുഴുവൻ ഈ കുരുമുളകും അതുപോലെ വെണ്ടയും വഴുതനയും ചേമ്പും ചേനയും എന്നീ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതൊരു മാവ്, പ്ലാവ്, അതുപോലെ കുറച്ച് കവുങ്ങും തൈകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. നല്ല ഏരിയയിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ വെള്ളം കയറുന്നതോ അതല്ലെങ്കിൽ വരൾച്ച ഭീഷണി ഉള്ളതോ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല കേട്ടോ. ഒരു ഇത്ര പ്രളയം 2-3 പ്രളയം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങോട്ട് ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. ഈ കനാല്, ഇതിന് മുന്നിലുള്ള കനാല്, നമ്മൾ ആ പോത്തുണ്ടി ഡാം കൃഷി സേചനത്തിന് വേണ്ടിയിട്ട് വെള്ളം തുറന്നു വിടുമ്പോൾ വരുന്ന വെള്ളം എന്നല്ലാതെ വേറെ വെള്ളത്തിൻ്റെ ഇതൊന്നും ആ വഴിക്കില്ല. അപ്പോൾ ഈ കനാല് വെള്ളം വരുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ കിണറുകളൊക്കെ, ഈ ഭാഗത്തുള്ള കിണറുകളൊക്കെ റീചാർജബിൾ ആയിരിക്കും. കിണർ വെള്ളം എപ്പോഴും ഉണ്ടാവും. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമം ഉണ്ടാവില്ല. കണ്ടോ, നല്ലൊരു ഓപ്പൺ കിണറാണ്. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയയും ഈ സ്ഥലത്ത് ഇനിയും നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനിയും വേണമെങ്കിൽ ഒരു തെങ്ങോ കവുങ്ങോ അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ ഒരു തൊഴുത്ത് കെട്ടി കുറച്ച് 10 പോത്തുകളെ വളർത്താനോ അല്ലെങ്കിൽ പശുക്കളെ വളർത്തുന്നതിനോ ആട് വളർത്തുന്നതിനോ ഇനി ഒരു ചെറിയൊരു നാടൻ കോഴി ഫാം നടത്തുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലവും വീടും പരിസരവും ഒക്കെയാണ്. ആരുടെയും ശല്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇത് 35 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടിയാണ് അദ്ദേഹം 40 ലക്ഷം രൂപ പറയുന്നത്. അത് ഫിക്സഡ് ആണെന്നാണ് പറഞ്ഞത്. എന്നാലും അദ്ദേഹമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ വളരെ ചെറിയ രീതിക്ക്, ഒരുപാടൊന്നും കുറയില്ല, വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ആയെങ്കിലേ ഉള്ളൂ. നല്ല നിരപ്പായി കിടക്കുന്ന 100% നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ്. ഇതിനകത്ത് പാറയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലമോ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം. ഒരു സൈഡിലൂടെ പഞ്ചായത്ത് വഴി വരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു 10 സെൻറ്റാണ് ആവശ്യപ്പെട്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ ആ ഒരു 10 സെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിന് മുറിച്ച് കൊടുക്കാനും പറ്റും. അപ്പോൾ 35 സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു വീടോട് കൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ 40 ലക്ഷം രൂപ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കാണുക. കാര്യങ്ങൾ ഏകദേശം വ്യക്തമായതിനു ശേഷം വിളിക്കുക. നിറയെ കുരുമുളകാണ് ഈ ഒരു മാവിലൊക്കെ പടർത്തിയിട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കുരുമുളക്, അതുപോലെ നെല്ലിക്ക, ചെറി, അതുപോലെ കറിവേപ്പ്, അങ്ങനെയുള്ള നമുക്കൊരു അത്യാവശ്യം വീട്ടിലേക്ക് കിട്ടുന്ന അത്യാവശ്യം ആദായങ്ങളുള്ള നല്ല തെങ്ങുകളുണ്ട്. നാളികേരം അവരുടെ വീട്ട് ഉപയോഗത്തിന് ആട്ടാനും അതുപോലെ അരയ്ക്കാനും ഒക്കെ കിട്ടുന്ന നാളികേരമുള്ള ഒരു പറമ്പ് കൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ പഞ്ചായത്ത് വഴി കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് വലിയ വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യത്തോടു കൂടെ ഇത്രയും വീതിക്ക് നമുക്കങ്ങനെ ഒരു പഞ്ചായത്ത് വഴി വരുന്നുണ്ട്. ആ വഴി കൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അവകാശമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 10, 15, 20 സെൻറ്റ് ആർക്കെങ്കിലും മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ മുകളിലേക്കൊന്ന് കയറിയാൽ ഈ സ്റ്റെയർ പുറത്തുകൂടെയാണ്. വീടിൻ്റെ മുകളിലേക്കൊന്ന് കയറി അവിടെ വേണമെങ്കിൽ ഭാവിയിൽ ഒരു 1-2 റൂം എടുക്കാം. സ്റ്റെയർ പുറത്തുകൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ റൂം എടുത്തിട്ട് ഈ ഒരു വിനോദസഞ്ചാര മേഖല ആയതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ഒരു ഹോം സ്റ്റേ പോലെ മുകൾ വശത്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം കൂടെയുണ്ട്, ഒരു ഡെയിലി റെൻറ്റ് എന്നുള്ള രീതിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ഈ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ പ്രകൃതി മനോഹരമായ നല്ല ഒരു ഏരിയയിലാണ്, ശുദ്ധവായു ഉള്ള ഒരു നല്ല ഏരിയയിലാണ് ഈ വീടുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല. ഇവിടെ നിന്ന് പോത്തുണ്ടി ഡാമിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ദൂരം. ഈ ഡാം എന്താ പറയുക, ഡാമിൻ്റെ അടുത്തായതുകൊണ്ട് ഡാം പൊട്ടുമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടുമോ അതല്ലെങ്കിൽ വെള്ളം കയറുമോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അതൊക്കെ ഇവിടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ വന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. വർഷങ്ങളോളം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹം ഒരു അർജൻറ്റ് ആയതുകൊണ്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു അർജൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ കൊടുക്കുന്നത്. അദ്ദേഹം അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങി ഇവിടെ താമസം തുടങ്ങിയത്. നല്ലൊരു ഏരിയയിലാണ്. എന്തായാലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.